Hello students, next let us study grading of cables. The process of achieving uniform electrostatic stress in the dielectric of cables is known as grading of cables. So last class dielectric stress in a single core cable പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് കണ്ടക്ടർ സർഫസിൽ മാക്സിമം സ്ട്രെസ്സും ഇൻറ്റേർണൽ ഷീത്ത് അതായത് എക്സ് ഇൻക്രീസ് ആകുമ്പം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഇൻക്രീസ് ആകുമ്പം ഇൻറ്റേർണൽ ഷീത്ത് സർഫസിൽ മിനിമം സ്ട്രെസ്സുമാണ്. ഓക്കെ, സോ അവിടെ ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സാണ് ആ കേബിളിലുള്ളത്. സോ ഈ ഗ്രേഡിങ് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് കിട്ടാൻ വേണ്ടിയാണ് ഗ്രേഡിങ് ഓഫ് കേബിൾസ് ചെയ്യുന്നത്. ഓക്കെ, so the maximum voltage that can be safely applied to a cable depends upon Gmax. So ഈ Gmaxനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്രത്തോളം വോൾട്ടേജ് അതിൽ കൊടുക്കാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ Gmax വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ കേബിള് ഒരു സേഫ് വർക്കിംഗ് കണ്ടീഷനിലാവാൻ വേണ്ടി ആ കേബിളിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ മെറ്റീരിയലിന് Gmaxനേക്കാളും ഒരു ഹയർ വാല്യൂ ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കേബിളിന് അത്രയും വാല്യൂ ഓഫ് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹോമോജീനസ് ആയിട്ടുള്ള ഡൈഇലക്ട്രിക് ആയിരുന്നു നേരത്തെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ആ ഹോമോജീനസ് ആയിട്ടുള്ള ഡൈഇലക്ട്രിക് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോൺ യൂണിഫോം ആയിട്ടുള്ളൊരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഹോമോജീനസ് ഡൈഇലക്ട്രിക്, അതായത് ഒരു എപ്സിലോൺ വാല്യൂ ഉള്ളൂ, അതിനാണ് ഹോമോജീനസ് ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഗ്രേഡിങ് ഓഫ് കേബിൾസ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ കണ്ടക്ടർ സർഫസിലാണ് മാക്സിമം സ്ട്രെസ് ഉള്ളത്. ഇൻറ്റേർണൽ ഷീത്തിലോട്ട് പോകുമ്പോൾ സോ നമ്മളിപ്പം കേബിളിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടക്ടർ ഔട്ടറിലുള്ളത് ഇൻറ്റേർണൽ ഷീത്താണ്. സോ കണ്ടക്ടർ സർഫസിലാണ് മാക്സിമം സ്ട്രെസ് ഉള്ളത്. കണ്ടക്ടർ സർഫസിലാണ്, ഇവിടെയാണ് മാക്സിമം സ്ട്രെസ് ഉള്ളത്. ഇനി ഫ്രം ദ സെൻറ്റർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മിനിമം ആയിരിക്കും. സോ ഇൻറ്റേർണൽ ഷീത്തിൻ്റെ അവിടെ മിനിമം ആണ്, കണ്ടക്ടർ സർഫസിൽ മാക്സിമം ആണ്. ഓക്കെ, സോ ഇത് മാറ്റാൻ വേണ്ടി നമ്മളിപ്പം ഒരു ഹയർ സ്ട്രെങ്ത് ഉള്ള ഒരു ഡൈഇലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും അൺനെസസറി ആണ്. കാരണം കണ്ടക്ടർ സർഫസിൽ മാത്രമേ മാക്സിമം ആയിട്ടുള്ളൊരു സ്ട്രെസ് ഉള്ളൂ. ഓക്കെ, സോ അവിടെ മാത്രം മാക്സിമം ആയിട്ടുള്ളൊരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് യൂസ് ചെയ്താൽ മതി. ഔട്ടർ ഇൻറ്റേർണൽ ഷീത്ത് കൺസിഡർ ചെയ്യുമ്പം അവിടെ ഡൈഇലക്ട്രിക് സ്ട്രെസ് മിനിമം ആണ്. സോ അത്രയും നമുക്ക് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇഫ് എ ഡൈഇലക്ട്രിക് ഓഫ് ഹൈ സ്ട്രെങ്ത് is used for a cable, it is useful only near the conductor where stress is maximum. But as we move away from the conductor, the electrostatic stress decreases, so the dielectric will be unnecessarily over strong. So നമ്മൾ throughout the cable ഒരു ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കേബിൾ ആ കണ്ടക്ടർ സർഫസിൽ മാത്രമേ അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുള്ളൂ. കാരണം കണ്ടക്ടർ സർഫസിൻ്റെ അവിടെ മാത്രമേ ഹൈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഉള്ളൂ. ഇൻറ്റേർണൽ ഷീത്തിലോട്ട് പോകുമ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെസ് കുറയുവാണ്. സോ അവിടെ ആ ഒരു ഇൻസുലേഷൻ തിക്നെസ് അവിടെ കൂടുതലാവും. അതുകൂടാതെ കേബിളിൻ്റെ കോസ്റ്റും കൂടും, കേബിളിൻ്റെ സൈസും ആ കേസിൽ കൂടും. ഓക്കെ, അതുകൂടാതെ ഇൻസുലേഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് കാരണം നമ്മൾ ഗ്രേഡിങ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ അല്ല യൂസ് ചെയ്യുന്നത്. കാരണം അത് കേബിളിൻ്റെ സൈസിനെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയല്ല യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഗ്രേഡിങ് ഓഫ് കേബിൾ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, കപ്പാസിറ്റൻസ് ഗ്രേഡിങ് ആൻഡ് ഇൻ്റർ ഷീത്ത് ഗ്രേഡിങ്. സോ ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ കപ്പാസിറ്റൻസ് ഗ്രേഡിങ് പഠിക്കാം. Okay, so first capacitance grading. Capacitance grading is the process of achieving uniformity in the dielectric stress by using layers of different dielectrics is known as capacitance grading. സോ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഹോമോജീനസ് ആയിട്ടുള്ളൊരു ഡൈഇലക്ട്രിക് ആണ് യൂസ് ചെയ്തത്. ഹോമോജീനസ് മീൻസ് ഒരു സെയിം വാല്യൂ ഓഫ് പെർമിറ്റിവിറ്റി ഉള്ള ഡൈഇലക്ട്രിക് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡൈഇലക്ട്രിക് ഉള്ള മെറ്റീരിയൽ നമ്മൾ പല ലെയർ ആയിട്ട് കൊടുക്കുവാണ്. ഓക്കെ, സോ അവിടെ പെർമിറ്റിവിറ്റിയും അതനുസരിച്ച് ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും, ഒരു കോമൺ എപ്സിലോൺ വാല്യൂ അല്ല. ഓക്കെ, സോ ഈ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നടുക്ക് കാണിച്ചിരിക്കുന്നതാണ് കണ്ടക്ടർ. ഓക്കെ, അല്ലെങ്കിൽ കോറാണ് കാണിച്ചിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയർ ഉള്ളത് ഇൻറ്റേർണൽ ഷീത്താണ്. ഓക്കെ, സോ അതിൻ്റെ ഇടയ്ക്ക് പല ലെയറായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് ഡൈഇലക്ട്രിക് ഉള്ള
മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 3 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഐഡിയൽ ലെവൽ ഓഫ് ഗ്രേഡിംഗ് കിട്ടാൻ വേണ്ടി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അത് പക്ഷേ അൺഡിസൈറബിൾ ആണ്, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ കേസിൽ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് ഒരു 2-3 ലെയേഴ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ 3 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പെർമിറ്റിവിറ്റി വരുന്നത് ε1, ε2, ε3 എന്നായിരിക്കും. ഓക്കെ, സോ ഇവിടെ കണ്ടക്ടർ ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് സ്മോൾ ലെറ്റർ D ആണ്. പിന്നെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് വരുന്നതിൻ്റെ ഡയമീറ്റർ സ്മോൾ ലെറ്റർ D1. പിന്നെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് D2 ആൻഡ് ഔട്ടർ ലാസ്റ്റ് ലെയറിൽ വരുന്നത് ഇൻറ്റേർണൽ ഷീത്ത് ആണ്. ഇത് ഷീത്ത് ആണ്. ഓക്കെ, ലെഡ് ഷീത്ത്, ഇൻറ്റേർണൽ ഷീത്ത് നമ്മൾ കൺസ്ട്രക്ഷനിൽ പഠിച്ചില്ലേ. സോ ഇൻറ്റേർണൽ ഷീത്തിൻ്റെ ഡയമീറ്റർ എടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ D ആയിട്ടാണ്. ഓക്കെ, സോ റേഡിയസ് ഇതിൻ്റെ എങ്ങനെ വരും? D/2, ദെൻ സ്മോൾ ലെറ്റർ D1/2, D2/2, ക്യാപിറ്റൽ ലെറ്റർ D/2, അങ്ങനെയാണ് റേഡിയസ് വരിക ഈ ഓരോ ലെയറിൻ്റെ. ഓക്കെ, സോ ഇവിടെ ഡിഫറെൻറ്റ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു കണ്ടക്ടറിൻ്റെ സർഫസിലാണ് മാക്സിമം സ്ട്രെസ് ഉള്ളത്. ഓക്കെ, സോ അവിടെയാണ് കൂടുതൽ വോൾട്ടേജ് വരിക. ഓക്കെ, സോ അത് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന ഇൻസുലേഷൻ മെറ്റീരിയലിന് ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതായത് ε1ൻ്റെ വാല്യൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ε1 ഗ്രേറ്റർ ദാൻ ε2 which will be greater than ε3. ഓക്കെ, സോ ഇതെങ്ങനെയാണ് വരുന്നത്? കാരണം കണ്ടക്ടറിൻ്റെ അടുത്ത് ഉള്ള യൂസ് ചെയ്ത ലെയറാണ് ε1. ഓക്കെ, സോ കണ്ടക്ടർ സർഫസിൻ്റെ അവിടെയാണ് കൂടുതൽ സ്ട്രെസ് വരുന്നത്. സോ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് യൂസ് ചെയ്യണം. അതുകൊണ്ട് ε1 ഗ്രേറ്റർ ദാൻ ε2 ഗ്രേറ്റർ ദാൻ ε3. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് εr is inversely proportional to x. Okay, that is εr of any layer is inversely proportional to its distance from the center. സോ നേരത്തെ കേസിലൊക്കെ ഹോമോജീനസ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്തത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് കോമ്പോസിറ്റ് ഡയലക്ട്രിക് ആണ്. കോമ്പോസിറ്റ് ഡയലക്ട്രിക് മീൻസ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് ഡയലക്ട്രിക്. ഓക്കെ, അതുകൊണ്ടാണ് ε1, ε2, ε3 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, സച്ച് ദാറ്റ് εr is inversely proportional to x. ഓക്കെ, where x is the distance taken from the center. സോ x വാല്യൂ ഇൻക്രീസ് ആവുമ്പോൾ εr ഡിക്രീസ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള എപ്സിലോൺ വാല്യൂ ഏറ്റവും കുറവും ഈ ഇന്നർ ലെയർ വരുന്നത്, അതായത് കണ്ടക്ടറിൻ്റെ അവിടെ വരുന്ന യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ. കാരണം അവിടുത്തെ എക്സ് വാല്യൂ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിഫോം ഈ ഓരോ ലെയറിലും യൂണിഫോം ആയിട്ടുള്ള ഡയലക്ട്രിക് സ്ട്രെസ് വരണം. ഓക്കെ, സോ ഇവിടെ ഗ്രാഫ് കാണിച്ചിരിക്കുന്നതിൽ ഈ ഫസ്റ്റ് ഈ പോയിൻ്റാണ് G1 മാക്സ്. ഓക്കെ, ഇനി അടുത്തത് ഈ പോയിൻ്റാണ് G2. സോ ഇവിടെ ഈ കണ്ടക്ടർ സർഫസിൻ്റെ അവിടെ വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ G1 മാക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ലെയറിൽ വരുന്ന അവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ്സാണ് G2 മാക്സ്. ഈ ഗ്രാഫിൽ ഈ പോയിൻ്റ്. ഓക്കെ, ഈ ഗ്രാഫിൽ ഈ പോയിൻ്റ്. ഇനി അടുത്ത ലെയറിൽ വരുന്ന മാക്സിമം സ്ട്രെസ്സാണ് G3 മാക്സ്. അതുപോലെ തന്നെ G1 മിൻ, G2 മിൻ അങ്ങനെ വരും. ഓക്കെ, സോ ഇത് G1 മിൻ ആണ്, അടുത്തത് G2 മിൻ, ഇത് G3 മിൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഈ കേസിൽ മാക്സിമം വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ G1 മാക്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ സർഫസിൽ വരുന്നതാണ്. G2 മാക്സ് അടുത്ത ലെയറിൽ വരുന്ന ഫസ്റ്റ് ലെയറിൽ വരുന്ന മാക്സിമം സ്ട്രെസ്സാണ് G2 മാക്സ്. ഓക്കെ, ഇനി അതിനും അടുത്ത ലെയറിൽ വരുന്നതാണ് G3 മാക്സ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് εr is inversely proportional to x. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തിരിക്കുന്നത്, ഡയലക്ട്രിക് സ്ട്രെങ്ത് ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ നേരത്തെ ഡെറിവേഷനിലൊക്കെ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് G is equal to Q/2π ε0 εr into x ആണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് εr പകരം k/x എന്ന് കൊടുക്കാം. εr ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു x ആണ്. സോ εr will be equal to
k by x ആയിരിക്കും. ഓക്കെ, സോ വേർ k is a constant or constant of proportionality. ഓക്കെ, സോ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ ആയിട്ട് q by 2 pi epsilon 0 k എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ എല്ലാ വാല്യൂവും q എപ്സിലോൺ 0 k എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് കിട്ടി. ഓക്കെ, സോ അത് എങ്ങനെ എടുത്തപ്പോഴാണ് എപ്സിലോൺ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് അങ്ങനെ നമ്മൾ എടുത്തപ്പോഴാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, സോ ദിസ് ഷോസ് ദാറ്റ് ഇഫ് ദ കണ്ടീഷൻ epsilon r is inversely proportional to x is fulfilled, potential gradient will be constant throughout the dielectric of the cable. ഓക്കെ, സോ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞതാണ് എപ്സിലോൺ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ത്രൂ ഔട്ട് ദ ലെയർ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടണം, അല്ലെങ്കിൽ യൂണിഫോം ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ 3 ഡിഫറെൻറ്റ് ലെയർ ഉണ്ട്. സോ 3 ഡിഫറെൻറ്റ് ലെയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ കണ്ടക്ടറിൻ്റെ അവിടെ വരുന്നതാണ് ഇതാണ് G1 മാക്സ്. ഓക്കെ, സോ അതാണ് G1 മാക്സ്. അടുത്ത ലെയറിൽ വരുന്നതാണ് ഇത്. അടുത്ത ലെയറിൽ വരുന്ന മാക്സിമം സ്ട്രെസ് ആണ് G2 മാക്സ്. ഓക്കെ, സോ ഈ G1 മാക്സ്, G2 മാക്സ്, G3 മാക്സ് എല്ലാം നമുക്ക് യൂണിഫോം ആക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കണം. ഓക്കെ, സോ അതിനു വേണ്ടി ഈ എപ്സിലോൺ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കോൺസ്റ്റൻ്റ് ആണോ എന്ന് അറിയില്ല. അപ്പം G1 മാക്സ്, G2 മാക്സ്, G3 മാക്സ് ആദ്യം എഴുതി നോക്കാം. ഓക്കെ, സോ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. G is equal to Q by 2 pi epsilon 0 epsilon r into x. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലെയർ അതായത് G1 മാക്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ G1 മാക്സ് എടുത്തത് എവിടെയായിരുന്നു? ഈ കണ്ടക്ടറിൻ്റെ സർഫസിൽ ഉള്ള ആ മാക്സിമം വരുന്ന സ്ട്രെസ്. ഇവിടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മതി, ഇതാണ് G1 മാക്സ്. ഓക്കെ, സോ G1 മാക്സ് കൺസിഡർ ചെയ്യുമ്പം അവിടെ G1 മാക്സ് കൺസിഡർ ചെയ്യുമ്പം അവിടെ വരുന്ന ഡൈലക്ട്രിക് ഇസ് എപ്സിലോൺ 1. ഓക്കെ, എപ്സിലോൺ 1 ആണ്. അതുകൂടാതെ കണ്ടക്ടർ സർഫസിൽ വരുന്ന ഡിസ്റ്റൻസ് വരുന്നത് d/2 ആണ്. ഓക്കെ, സോ ഇവിടെ എപ്സിലോൺ ആറിന് പകരം വരുന്നത് എപ്സിലോൺ 1 ആണ്. ഓക്കെ, എപ്സിലോൺ ആറിന് പകരം എപ്സിലോൺ 1 ആണ് ഈ കേസിൽ വരിക G1 മാക്സ് കൺസിഡർ ചെയ്യുമ്പം. അതുകൂടാതെ തന്നെ എക്സിന് പകരം എന്താണ് വരിക? d/2 ആണ് വരിക. ഓക്കെ, എപ്സിലോൺ 1 എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടർ സർഫസ് തൊട്ട് അടുത്ത ലെയറിലെ ആ സർഫസ് വരുന്ന അവിടെ വരെ വരുന്ന ഡൈലക്ട്രിക് വാല്യൂ ആണ്, പെർമിറ്റിവിറ്റി വാല്യൂ ആണ് എപ്സിലോൺ 1. ഓക്കെ, സോ G1 മാക്സ് നമ്മൾ എടുത്തത് കണ്ടക്ടർ സർഫസിലാണ്. ഓക്കെ, സോ കണ്ടക്ടർ സർഫസിലുള്ള പെർമിറ്റിവിറ്റിയും എപ്സിലോൺ 1 തന്നെയാണ്. ഓക്കെ, സോ അവിടുത്തെ എക്സ് വാല്യൂ എന്താണ്? d/2 ആണ്. ഓക്കെ, സോ ഈ ജനറൽ ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷനിൽ ആണ് ഇത്. ഓക്കെ, G is equal to അല്ലെ G max is equal to ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണിത്. ഈ ഇക്വേഷനിൽ നമുക്ക് ഫസ്റ്റ് കണ്ടക്ടർ സർഫസ് കൺസിഡർ ചെയ്യുമ്പം എപ്സിലോൺ ആർ ഇസ് എപ്സിലോൺ 1 ആൻഡ് എക്സ് ഇസ് d/2. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ക്യാൻസലായി പോയിട്ട് റിമൈനിങ് Q by pi എപ്സിലോൺ 0 എപ്സിലോൺ 1 d എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് G2 മാക്സ് കൺസിഡർ ചെയ്യാം. ഇതാണ് G2 മാക്സ്. ഓക്കെ, G2 മാക്സ് ഇതാണ്, ഈ പോയിന്റ് ആണ് G2 മാക്സ്. ഓക്കെ, അപ്പം G2 മാക്സ് കൺസിഡർ ചെയ്യുമ്പം അത് ഈ ലെയറിൻ്റെ സർഫസിലാണ് വരിക. G2 മാക്സ് ഈ ലെയറിൻ്റെ സർഫസിലാണ് G2 മാക്സ് വരുന്നത്. ഓക്കെ, സോ ആ ലെയറിൽ വരുന്നത് എപ്സിലോൺ 2 ആണ്. അതിൻ്റെ സർഫസ് കഴിഞ്ഞിട്ടാണ് എപ്സിലോൺ 2 വരുന്നത്. ഓക്കെ, സോ അവിടെ എപ്സിലോൺ ആർ ഇസ് എപ്സിലോൺ 2 ആൻഡ് ഡിസ്റ്റൻസ് എന്ത് വരും? എക്സ് ഇസ് d1/2 ആണ്. ഓക്കെ, സോ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് G2 മാക്സ് കിട്ടും. സിമിലർലി G3 മാക്സ് എടുക്കാൻ നേരത്ത് G3 മാക്സിൽ എപ്സിലോൺ ആർ ഇസ് എപ്സിലോൺ 2 ആൻഡ് എക്സ് ഇസ് d2/2. ഓക്കെ, സോ ഇതാണ് G3 മാക്സ്, അതായത് ഈ ലെയറിൻ്റെത്. ഓക്കെ, ഈ ലെയറിൻ്റെത് ആ ലെയറിനെ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് G1 മാക്സ്, G2 മാക്സ്, G3 മാക്സ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ 3 മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈക്വൽ ആവണം, അപ്പോഴേ നമുക്ക് യൂണിഫോം സ്ട്രെസ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഈക്വൽ വാല്യൂ കിട്ടാൻ വേണ്ടി 3ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് 3ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം കോമൺ ആയിട്ടുള്ള Q pi എപ്സിലോൺ 0 എല്ലാം ക്യാൻസലായി പോയിട്ട് നമുക്ക് 1/epsilon 1 d is equal to 1/epsilon 2 d1 is equal to 1/epsilon 3 d2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം
epsilon 1 d is equal to epsilon 2 d1, epsilon 1 d is equal to epsilon 2 d1 is equal to epsilon 3 d2. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സോ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൻ്റെ കേസിൽ എപ്സിലോൺ 1 d ഇസ് ഈക്വൽ ടു എപ്സിലോൺ 2 d1 ഇസ് ഈക്വൽ ടു എപ്സിലോൺ 3 d2. സോ നേരത്തെ കാണിച്ച പോലെയാണ് ഇത് ഡിറൈവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇൻ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൽ ഈ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് V1 കണ്ടുപിടിക്കാം. V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയറിലുള്ള പൊട്ടൻഷ്യലാണ് V1. സോ ഇവിടെ വരുന്നതാണ് V1, അടുത്ത ലെയറിൽ വരുന്നതാണ് V2, അടുത്ത ലെയറിൽ വരുന്നതാണ് V3. ഓക്കെ, സോ V1 എടുക്കുമ്പം V1 എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് കണ്ടക്ടർ ആൻഡ് ദ ഫസ്റ്റ് ലെയർ. ഓക്കെ, സോ അവിടെ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് d/2 തൊട്ട് d1/2 വരെയാണ്. ഓക്കെ, സോ V1 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ d/2 തൊട്ട് d1/2 g ഡോട്ട് dx. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ജിക്ക് പകരം EX ആണ് ഇട്ടത്. EX ഇസ് സെയിം ആസ് G. ഓക്കെ, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് സെയിം ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. G വാല്യൂ എന്ന് പറഞ്ഞാൽ EX വാല്യൂ തന്നെയാണ്. q/2 epsilon 0 epsilon 1x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കിട്ടിയ ശേഷം നമുക്കിനി Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇൻ ടേംസ് ഓഫ് G max. ഓക്കെ, Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ ഈ സെയിം ഇക്വേഷൻ തന്നെ എടുക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ എടുക്കുക. ആ ഇക്വേഷൻ തന്നെ എടുക്കുമ്പം നമ്മൾ എടുത്തു G1 max is equal to G2 max is equal to G3 max is equal to G max ആണ്. ഓക്കെ, ഒരു കോമൺ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള വാല്യൂ ആണ്. സോ G1 മാക്സും G2 മാക്സും G3 മാക്സും G മാക്സും നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ലെയർ ആണ് കൺസിഡർ ചെയ്തത്. സോ ആ ഇക്വേഷൻ എടുക്കുക. സോ ആ ഇക്വേഷൻ ആണ് ഫസ്റ്റ് ലെയറിലുള്ള G1 മാക്സ്, അതാണല്ലോ. സോ G1 മാക്സ് ഇസ് ഈക്വൽ ടു q/pi epsilon 0. G1 max is equal to q/pi epsilon 0 epsilon 1 d ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് Q വാല്യൂ കണ്ടുപിടിക്കാം. Q വാല്യൂ കണ്ടുപിടിക്കുമ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം Q is equal to എന്ത് കിട്ടും? G1 max ഇൻറ്റു പൈ എപ്സിലോൺ 0 എപ്സിലോൺ 1 d എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അതിന് പകരം ഇവിടെ q/2pi എപ്സിലോൺ 0 എപ്സിലോൺ 1 ആണ്. സോ അത്രയും വാല്യൂവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഈ ഒരു വാല്യൂ ആണ് കിട്ടുക. സോ നേരത്തെ ഇക്വേഷൻ തന്നെയാണ് ഇത്. G1 max is equal to q/pi epsilon 0 epsilon 1 d ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ q/pi epsilon 0 epsilon 1 പകരം നമുക്ക് എന്തെഴുതാം? G1 max ഇൻറ്റു d എന്ന് എഴുതാം. ഓക്കെ, സോ G1 max അല്ല, ഇവിടെ G max ആണ്. നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതിയായിരുന്നു. ഓക്കെ, സോ G max ഇൻറ്റു d എന്ന് എഴുതാം. സോ അത് തന്നെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. G max ഇൻറ്റു d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ സിമിലർലി V2/V3 ചെയ്യുമ്പോൾ V2 ആൻഡ് V3 കണ്ടുപിടിക്കുമ്പോൾ ഈ ഇക്വേഷൻ അത് ഡിറൈവ് ചെയ്യേണ്ട. ഈ ഇക്വേഷന് ഡിക്ക് പകരം d1 കൊടുക്കുക, അടുത്ത ലെയറിൻ്റെ ഡയമീറ്റർ. ദെൻ ഇവിടെ ലോഗി d1/d ആണ്. അതിന് പകരം അടുത്തത് വരുമ്പോൾ d1 പകരം d2, ഡിക്ക് പകരം d1. ഓക്കെ, ഇനി അടുത്തത് V3 കൺസിഡർ ചെയ്യുമ്പോൾ Gmax/2, d1 പകരം d2, ദെൻ ലോഗി d2 പകരം ഔട്ടർമോസ്റ്റ് ലെയറിലെ d ആണ്, d/d2. ഓക്കെ, സോ അങ്ങനെ V1 V2 V3 കിട്ടി. അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോർ ആൻഡ് എർത്ത് ഷീറ്റ് കിട്ടുക. ഓക്കെ, സോ V is equal to V1 plus V2 plus V3 ചെയ്യുമ്പോൾ Gmax/2 ഇൻറ്റു d ലോഗി d1/d പ്ലസ് d1 ലോഗി d2/d1 പ്ലസ് d2 ലോഗി d/d2 എന്ന് കിട്ടും. ഓക്കെ, സോ അത് കോമ്പസിറ്റ് ഡയലക്ട്രിക് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അതായത് ഡിഫറെൻറ്റ് ഡയലക്ട്രിക് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടുക. ഇനിയിപ്പോൾ ഒരു നോൺ ഗ്രേഡഡ് കേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഹോമോജീനസ് ആയിട്ടുള്ള ഡയലക്ട്രിക് ആണ്. ഒരു എപ്സിലോൺ വാല്യൂ മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. G max കണ്ടുപിടിച്ചതാണ് 2V/d ലോഗി d/d. അതിൽ നിന്ന് V ഡാഷ് എഴുതുക. ഓക്കെ, സോ ഇതാണ് അൺഗ്രേഡഡ് കേബിൾ അല്ലെങ്കിൽ നോൺ ഗ്രേഡഡ് കേബിളിൻ്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ അറിയാം
വി ഈസ് ഗ്രേറ്റർ ദാൻ വി ഡാഷ് ആണ്. ഓക്കെ, സോ ഒരു ഗ്രേഡഡ് കേബിൾ ഒരു ഹയർ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ദാൻ നോൺ ഗ്രേഡഡ് കേബിൾ. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ എടുത്തത് ഈ G1 max, G2 max, G3 max is equal to G max എന്നാണ് എടുത്തത്. ഓക്കെ, ഇനിയിപ്പം ഈക്വൽ വാല്യൂ അല്ലെങ്കിൽ അതായത് G1 maxും G2 maxും G3 maxും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഈ നേരത്തെ ഈക്വേഷനിൽ G max ആയിരിക്കില്ല, അവിടെ G1 max, G2 max, G3 max എന്ന് വരും. സോ അത് വേണം ഈ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ if the maximum stress in the 3 dielectric is not the same, then V is equal to G1 max by 2 d log E d1 by d plus G2 max by 2 d1 log E d2 by d1 plus G3 max by 2 d2 log E d by d2. സോ നേരത്തെ ഈ ഇക്വേഷന് പകരം G മാക്സിന് പകരം ഇവിടെ G1 max, G2 max, G3 max എന്ന് വരുമെന്നേ ഉള്ളൂ. സോ ഇതാണ് കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ്. സോ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിൽ കോമ്പോസിറ്റ് ഡയലക്ട്രിക് ആണ് യൂസ് ചെയ്യുക, അതായത് ഡിഫറെൻറ്റ് ലെയറിൽ ഡിഫറെൻറ്റ് ഡയലക്ട്രിക് മെറ്റീരിയലാണ് യൂസ് ചെയ്യുക. സോ അങ്ങനെ നമ്മളൊരു യൂണിഫോം ആയിട്ടുള്ളൊരു ഡയലക്ട്രിക് സ്ട്രെസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ അതാണ് കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ്. താങ്ക് യു.